ഇന്നത്തെ പണി നടക്കുന്നത് കൊടിഞ്ഞിയിലാണ്. നമ്മൾ സർവീസ് സെൻറ്ററിൽ തന്നെയാണ്. സർവീസ് സെൻറ്ററിൽ കുറച്ച് പെയിൻറ്റിങ് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞിട്ട് പെയിൻ്റ് അടിക്കുക എന്നുള്ളതിൽ നീട്ടി വെച്ചതായിരുന്നു. ഇപ്പോൾ എല്ലാം കഴിഞ്ഞ് ഈ ആഴ്ചയിൽ അതിൻ്റെ ഉദ്ഘാടനമാണ്. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ പെയിൻറ്റിങ് തുടങ്ങി. പക്ഷേ ഫസ്റ്റ് നമ്മളെല്ലാം ബ്ലാക്കാണ് അടിക്കുന്നത്. എല്ലാറ്റും വൈറ്റ് സിമെൻറ്റ് അടിച്ചിട്ടിട്ടുണ്ട് ആദ്യം. പിന്നെ അതിൻ്റെ മേലെ ബ്ലാക്ക് അടിക്കേണ്ടത്. ബ്ലാക്ക് 2 കോട്ട് നല്ല ടൈറ്റ് കട്ടയിൽ അടിച്ചിട്ടതിന് ശേഷമാണ് പിന്നെ നമ്മൾ കളറിങ് ചെയ്തത്. അപ്പോൾ ഏകദേശം എന്താ 2 കോട്ടും കഴിഞ്ഞു. ഇത് നമ്മൾ വീഡിയോയിൽ കാണാത്ത ഭാഗമാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കുറച്ച് ഭാഗം ഉണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം കളറിങ്ങനെ കൊടുത്ത് ഒരു ഭാഗത്ത് കളർ കൊടുത്തു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മരത്തിൻ്റെ ഷേപ്പ് വേണ്ടിയിട്ട് നമ്മൾ കളറിങ് ഒരു മരത്തിൻ്റെ ഓറഞ്ച് കളറുമായിട്ടുള്ള കളറിലാക്കി. ഇപ്പോൾ ഏകദേശം ഈ സൈഡത്തെ ഏകദേശം കളറിങ് ഏകദേശം തീർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ കൊമ്പിന് ചുവപ്പും മഞ്ഞയും കൂടി മിക്സ് ചെയ്തിട്ടൊരു കളർ ഉണ്ടാക്കിയിട്ടാണ് ഈ കൊടുക്കുന്നത്. അപ്പോൾ യഥാർത്ഥ മരത്തിൻ്റെ കളറിലായിട്ട് വന്ന് ഇനിയിപ്പോൾ ഉള്ളത് അങ്ങേ സൈഡിലാണ് കൊടുക്കാറുള്ളത്. ഇതിപ്പോൾ ഏകദേശം പരിപാടി കഴിഞ്ഞത്. പിന്നെ ലാസ്റ്റ് ഷെയ്ഡിങ് പരിപാടി ഉണ്ട്. കുറച്ച് കളർ കഴിയുമ്പോൾ കൊടുക്കുക. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് പീസ് ഉണ്ടായിരുന്നു. ആ പീസിന് എല്ലാറ്റിനും പല പല കളറാണ് കൊടുക്കുന്നത്. ഒരേ കളറല്ല മരത്തിനെല്ലാം കൊടുക്കേണ്ടത്. വ്യത്യസ്തത വേണ്ടേ? അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന കളറ് ഒരു ഭാഗത്ത് ഒരു കളറാണെങ്കിൽ മറ്റേ ഭാഗത്ത് ചെറിയ മാറ്റം വരുത്തിയിട്ടാണ് കളർ കൊടുക്കുന്നത്. അപ്പോൾ കളർ ഷെയ്ഡ് ചെയ്താണ് കൊടുക്കുന്നത്. പിന്നെ മരത്തിൻ്റെ സൈഡ് ഭാഗം മഞ്ഞ കൊടുത്തിട്ട്, മഞ്ഞല്ല ഒരു ഏകദേശം മഞ്ഞയിൽപ്പെട്ടൊരു കളറാണ്, എന്നിട്ട് മിക്സ് ചെയ്തുകൊണ്ട് വേറെ കളർ ചെയ്യലാണ്. അപ്പോൾ അത് യഥാർത്ഥ മരത്തിൻ്റെ സൈഡ് പോലെ ആക്കലാണ്. ഏകദേശം എന്താ പെയിൻറ്റിങ് ഇങ്ങനെ തുടങ്ങി കൊടുക്കണേ. അങ്ങനെ ഏകദേശം 2 സൈഡും കഴിഞ്ഞു തുടങ്ങി. നമ്മൾ പിന്നെ പെയിൻറ്റിങ് എടുക്കുന്ന വീഡിയോ നമ്മൾ കാണിച്ചിട്ടില്ലായിരുന്നു. പെയിൻറ്റിങ് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അത് ഇന്നത്തെ വീഡിയോ പിന്നെ ഫുള്ള് പെയിൻറ്റിങ് തന്നെ ആണ് പെയിൻറ്റിങ് ചെയ്യുന്നത്. ഇങ്ങനെ പെയിൻറ്റ് ചെയ്യുമ്പോൾ ഓരോ കളറും കുറച്ച് ഉണങ്ങിയതിൻ്റെ ശേഷമാണ് അടിക്കാൻ പറ്റുള്ളൂ. അതാണ് വീഡിയോക്ക് കുറച്ച് ലെങ്ത് ഉണ്ട്. അപ്പോൾ കുറച്ച് ടൈമുകൾ നമ്മൾ അതിൽ മാറ്റി വെക്കണം. അപ്പോൾ എല്ലാം കാണിക്കാൻ വേണ്ടിയിട്ടാണ് അടിക്കണതെല്ലാം കാണിക്കുന്നുണ്ട്. മറ്റേത് നമ്മൾ പെയിൻറ്റിങ് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ എല്ലാ ഇതിലും ഇട്ടത്. ഇത് മാത്രം പെയിൻറ്റിങ് ചെയ്യണത് നമ്മളിട്ടത്. പിന്നെ ഏകദേശം 2-3 സൈഡും കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് ഉള്ളത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡുകൾ മരത്തിൻ്റെ തൂര് പോയ തോന്നിക്കുന്ന ഭാഗത്ത് നമ്മൾ എന്താ ചെയ്യല്, ആദ്യം ഫസ്റ്റ് മഞ്ഞ ഒന്ന് ടച്ച് ചെയ്യും. എന്നിട്ട് അതിന്മേൽ ചെറിയ കളറ് മിക്സ് ചെയ്തിട്ട് പിന്നെ കളർ ചേഞ്ച് ചെയ്യും. അങ്ങനെ ചെറിയ കൊമ്പ് മരത്തിൽ നിൽക്കുന്ന സ്ഥലത്തും ആദ്യം ചുവപ്പ് ടച്ച് ചെയ്തിട്ട് പിന്നെ അതിന് മഞ്ഞ ടച്ച് ചെയ്ത് ചെറിയ കളർ ചേഞ്ച് വരുത്തിയിട്ടാണ് ചെയ്യൽ. ഇപ്പോൾ ഏകദേശം നമ്മളെ ബോർഡിൻ്റെ സൈഡ് അടിയിലുള്ള വർക്കുകളൊക്കെ കഴിഞ്ഞാണ്. അതിന് 4 ഭാഗം പെയിൻറ്റിങ് കഴിഞ്ഞ്. പിന്നെ നമ്മൾ പഴയ കല്ലുമാരിക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കളർ ചെയ്തിട്ടുണ്ട്, കരിങ്കല്ലുമാരത്തെ രൂപത്തിൽ. ഇത് പിന്നെ അതിൽ ഓപ്പോസിറ്റ് ഞാൻ പറഞ്ഞ സ്ഥലമാണ്. ഇത് നമ്മൾ അന്ന് ചെയ്യുന്ന വീഡിയോയിൽ ഇല്ലായിരുന്നു. അന്ന് ഈ സൈഡ് പണി നടന്നു കൊടുക്കരുത്, അന്ന് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. പിന്നീട് വന്ന് ചെയ്തതാണത്. ഇത് നമ്മളെ പുതിയ വീഡിയോയിലില്ല. അതും കളർ ചെയ്യാണ്. അതും ഫസ്റ്റ് നമ്മൾ നല്ല ഓറഞ്ച് കളറാണ് കൊടുക്കേണ്ടത്. ഓറഞ്ചല്ല, ഓറഞ്ച് ടച്ചുള്ളൊരു കളറാണ്. അപ്പോൾ അത് കൊടുത്തിട്ട് പിന്നെ ഇപ്പോൾ ഏകദേശം പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുള്ള രൂപമാണ്. അപ്പോൾ ചെറുതായിട്ട് കളർ മങ്ങിപ്പോവും. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കളർ ഉണങ്ങുന്നതനുസരിച്ച് ചെറിയ ചേഞ്ചുകൾ വരും. അങ്ങനെ ഇപ്പോൾ ഏകദേശത്തെ കളറിങ് കഴിഞ്ഞിട്ടുണ്ട്. കളറിങ് 2ാമത്തെ ദിവസമാണ് വീഡിയോ എടുക്കേണ്ടത്. അപ്പോൾ ഈ ബോർഡിൻ്റെ ഇടയിൽ പുല്ല് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ ഉദ്ഘാടനം വ്യത്യാസമായതുകൊണ്ട് പുല്ലിട്ടാൽ വളർന്നു വരില്ല. അതുകൊണ്ട് അതിൽ കുറച്ച് മെറ്റലിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞതിൻ്റെ ശേഖരം നമ്മൾ നല്ല ചെടികൾ വെക്കൽ അതിന് ടൈമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ട് മെറ്റലിട്ട് നിരത്തിയിട്ടുണ്ട്. അങ്ങനെ ഏകദേശം എല്ലാ പണിയും കഴിഞ്ഞ് ഇനിയിപ്പോൾ അങ്ങനെ കളറിന് ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഉണങ്ങി പോയതുകൊണ്ട് ഇനി കളർ ചേഞ്ച് ആവില്ല. ഈ കളറിന് ചെറിയ ചേഞ്ചിങ് വരും. അത് യഥാർത്ഥ കളറിലേക്ക് ആയിക്കൊണ്ടേയിരിക്കും. ചെറിയ മങ്ങൽ ഇതൊക്കെ ഉണ്ടാവും.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. ഇനി അടുത്ത പുതിയ വീഡിയോയുമായി വരാം. ഓക്കെ, താങ്ക് യു.